ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാകാൻ അനുവദിക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെമ്പാടുമുള്ള സംഘർഷം അവസാനിപ്പിച്ച് ഭൂമിയിൽ സമാധാനം തിരികെ കൊണ്ടുവരും. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെയും റഷ്യ-യുക്രൈൻ യുദ്ധത്തെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പരാമർശം. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ലോകത്ത് അങ്ങിങ്ങായി യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടരുന്നത് ഇനിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്ന ആശങ്കയ്ക്ക് വഴിതെളിച്ചിരുന്നു. എന്നാൽ തന്റെ നേതൃത്വത്തിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകില്ലെന്നാണ് ട്രംപ് പറയുന്നത്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയം മുതൽ ട്രംപ് പറയുന്നുണ്ട്. പറഞ്ഞ വാക്ക് പാലിക്കുന്ന തരത്തിലാണ് ട്രംപിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം. അധികാരമേൽക്കുന്നതിന് മുൻപ് ബന്ദിമോചനം നടത്തി സമാധാനപാത സ്വീകരിക്കണമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് പാലിച്ചാണ് ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന് ധാരണയായത്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഊർജിത ശ്രമങ്ങളും തുടരുന്നു. മയാമിയിൽ വെച്ച് നടന്ന ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇനിഷ്യേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രയോറിറ്റി സമ്മിറ്റിൽ സംസാരിക്കുകയാണ് ട്രംപ് തന്റെ നിലപാട് ആവർത്തിച്ചത്. ലോകം മൂന്നാം ലോകമഹായുദ്ധത്തിന്റെ വക്കീലാണ്. എന്നാൽ തന്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ ഒരു സംഘർഷം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെയും റഷ്യ-യുക്രൈൻ യുദ്ധത്തെയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പരാമർശം. ലോകത്തെമ്പാടുമുള്ള സംഘർഷങ്ങൾ പരിഹരിച്ച് ഭൂമിയിൽ സമാധാനം തിരികെ കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നത്. തനിക്ക് സമാധാനം വേണം. ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ അനാവശ്യമായി നഷ്ടപ്പെടുമ്പോൾ തനിക്ക് നോക്കി നിൽക്കാനാകില്ലെന്നും ട്രംപ് പറഞ്ഞു. മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് ലോകത്തെ തള്ളിവിടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ജോ ബൈഡൻ ഒരു വർഷം കൂടി അധികാരത്തിലെത്തിയിരുന്നെങ്കിൽ ആഗോള സംഘർഷം ഇതിനകം തന്നെ ആരംഭിക്കുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ തന്റെ നേതൃത്വത്തിന് കീഴിൽ അത്തരത്തിൽ ഒന്നും നടക്കില്ല എന്ന് ഉറപ്പു നൽകാൻ സാധിക്കുമെന്നും ട്രംപ് പറഞ്ഞു. Around the world, I'm moving quickly to end wars, settle conflicts, and restore the planet to peace. I want peace, and I don't want to see everybody being killed. And you take a look at the death in the Middle East and the death that's taking place between Russia and Ukraine. It's been going on, and we're going to end it. There's no profit for anyone in having World War III, and you're not so far away from it. I'll tell you right now. You're not so far away. If we would have had this administration for another year, you would have been in World War III, and now it's not going to happen. യുക്രൈൻ-റഷ്യ യുദ്ധം അവസാനിപ്പിക്കാനായി ട്രംപിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ചകൾ നടന്നുവരികയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് നിൽക്കണമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോടും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയോടും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കൽ കരാറിനായി ട്രംപ് സമ്മർദ്ദം ചെലുത്തുകയും ഇരു നേതാക്കളുമായും വെവ്വേറെ ചർച്ചകൾ നടത്തുകയും ചെയ്യുന്നു. യുഎസുമായി സൗദി അറേബ്യയിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. 4.5 മണിക്കൂർ നീണ്ട ചർച്ച വിജയമാണെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ധാരണയായെന്നും റഷ്യ പ്രതികരിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു ചർച്ച. റിയാദിലെ ദിരിയ കൊട്ടാരത്തിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫറാൻ അൽ സൗദിന്റെയും ദേശീയ സുരക്ഷാ ഉപദേശകൻ മുസാദ് ബിൻ മുഹമ്മദ് അൽ ഹൈബാന്റെയും മധ്യസ്ഥതയിലായിരുന്നു കൂടിക്കാഴ്ച. ട്രംപിന്റെ പ്രതിനിധികളായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, US മധ്യേഷ്യ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൽസ് എന്നിവർ പങ്കെടുത്തു. റഷ്യയുടെ ഭാഗത്തുനിന്നും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കിയുമായും പുടിനുമായും ട്രംപ് ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. തുടർന്നാണ് ചർച്ചകൾക്ക് വഴി തുറന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള നടപടികൾക്ക് ശ്രമിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിനിധികളെ നിയോഗിക്കും. 3 നിർണായക വിഷയങ്ങളിൽ തീരുമാനമായതായി സെർജി ലാവ്റോവ് അറിയിച്ചു. യോഗത്തിൽ യുക്രൈൻ പ്രതിനിധികൾ പങ്കെടുത്തില്ല. യുക്രൈൻ പങ്കെടുക്കാത്ത ചർച്ചകളിലെ ഒരു തീരുമാനവും രാജ്യം അംഗീകരിക്കില്ലെന്ന് പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞു. ചർച്ചകളിൽ നിന്നും മാറ്റിനിർത്തുന്നതിൽ യൂറോപ്യൻ സഖ്യകക്ഷികളും ആശങ്ക രേഖപ്പെടുത്തി. വാഷിംഗ്ടണിലെയും മോസ്കോയിലെയും അതത് എംബസികളിൽ ജീവനക്കാരെ പുനഃസ്ഥാപിക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റൂബിയോ പറഞ്ഞിരുന്നു. യുക്രൈൻ സമാധാന ചർച്ചകൾ, ഉഭയകക്ഷി ബന്ധങ്ങൾ, സഹകരണം എന്നിവ പിന്തുണയ്ക്കുന്നതിനാണിത്. ആഗോള സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിനുള്ള സൗദിയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് മധ്യസ്ഥ നീക്കമെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. സമാധാന ധാരണയ്ക്ക് ശേഷം റഷ്യ യുക്രൈനെ ആക്രമിക്കാതിരിക്കുമെന്ന ഉറപ്പാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ട്രംപിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അത്തരമൊരു വാഗ്ദാനം ലഭിച്ചാൽ 3 വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധം ശാശ്വത പരിസമാപ്തിയിലേക്കെത്തും. ട്രംപിന്റെ വരവോടെ യുക്രൈനിലും ശാശ്വത സമാധാനം സാധ്യമാകുന്നു എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സമാധാന ശ്രമങ്ങൾക്കിടെ യുക്രൈൻ പ്രസിഡന്റിനെതിരെ ട്രംപ് രൂക്ഷ വിമർശനമാണ് ഉയർത്തുന്നത്. സെലൻസ്കി തെരഞ്ഞെടുപ്പിനെ നേരിടാതെ അധികാരത്തിലെത്തിയ ഏകാധിപതിയാണെന്ന് ട്രംപ് പറഞ്ഞു. സെലൻസ്കി എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ
അദ്ദേഹത്തിന്റെ രാജ്യം അവശേഷിക്കില്ലെന്നും സമൂഹമാധ്യമമായ ട്രൂത്തിലൂടെ ട്രംപ് മുന്നറിയിപ്പ് നൽകി. ജോ ബൈഡനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ മാത്രമാണ് സെലൻസ്കി മിടുക്ക് കാണിച്ചത്. എന്നാൽ റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് താനിപ്പോൾ നടത്തുന്നതെന്നും ട്രംപ് വ്യക്തമാക്കി. റഷ്യയെ പ്രതിരോധിക്കാനായി യുക്രൈന് US ധനസഹായവും ആയുധങ്ങളും നൽകിയിരുന്നു. യുദ്ധകാല സഹായത്തിന് പകരമായി യുക്രൈനിന്റെ പകുതി ധാതുവിഭവങ്ങൾ നൽകണമെന്നായിരുന്നു USന്റെ ആവശ്യം. എന്നാൽ ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ഈ നിലപാടിൽ മാറ്റം വരുത്തി. 3 വർഷത്തിനിടെ യുക്രൈനിന് $6,700 കോടി ആയുധങ്ങളും $3,200 കോടി പണമായും US നൽകി. ഇതിനു പകരമായാണ് യുക്രൈനിലെ 50% ധാതുവിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം US ആവശ്യപ്പെടുന്നത്. ഇതിനിടെയാണ് യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യയുമായി ചർച്ചകളും തുടങ്ങിയത്. 2019 യുക്രൈനിൽ അധികാരത്തിലെത്തിയ സെലൻസ്കി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് റഷ്യൻ സംഘർഷം തുടങ്ങിയതോടെ പട്ടാള നിയമം പ്രഖ്യാപിച്ച് ഭരണത്തിൽ തുടരുകയായിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ USന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നതിനിടെ യുദ്ധഭൂമിയിൽ റഷ്യയ്ക്ക് കനത്ത പ്രഹരമേറ്റുന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. റഷ്യയുടെ ആധുനിക S-350 മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തതായി അവകാശപ്പെട്ടുകൊണ്ട് യുക്രൈൻ പ്രതിരോധ മന്ത്രാലയം വീഡിയോ പുറത്തുവിട്ടു. ഡ്രോണിൽ നിന്നും പകർത്തിയ തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെട്ട റഷ്യൻ സൈനിക വാഹനവ്യൂഹം നീങ്ങുന്നതും തൊട്ടടുത്ത നിമിഷം കൃത്യതയോടെയുള്ള ആക്രമണത്തിലൂടെ അത് തകർക്കുന്നതും തീയും പുകയും ഉയർന്നതുമാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത്. യുക്രൈൻ സൈന്യത്തിന്റെ പ്രത്യേക വിഭാഗമായ ബ്ലാക്ക് ഫോറസ്റ്റ് ബ്രിഗേഡും പ്രതിരോധ മന്ത്രാലയവുമാണ് വീഡിയോ പുറത്തുവിട്ടത്. റഷ്യയുടെ അതിനൂതനമായ മിസൈൽ പ്രതിരോധ സംവിധാനം തകർത്തുവെന്ന അവകാശവാദം ശരിയാണെങ്കിൽ അത് യുക്രൈന് വൻ നേട്ടവും റഷ്യയ്ക്ക് കനത്ത പ്രഹരവും ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. എന്നാൽ ഇക്കാര്യത്തിൽ റഷ്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യയുടെ വിവിധ ഡ്രോണുകൾ തകർക്കുന്ന ദൃശ്യങ്ങളും യുക്രൈൻ പുറത്തുവിട്ടിട്ടുണ്ട്.